ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. ആർക്കിൻ്റെ മറ്റൊരു പുതിയ സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മൾ നമ്മുടെ റെഡ് ബുട്ട്സിൽ സർവ് ചെയ്യാൻ പോണേണ്. പിന്നെ കാഷ്വൽ മീഡിയം ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ 150 ലെവൽ വരെ മാക്സ് ഡൈനോസ് ഉള്ളൂ. ഇതിനകത്ത് ലെവലപ്പിന് എളുപ്പമായിട്ടാണ് ഞാൻ കുറച്ചും കൂടി കാഷ്വൽ മീഡിയം ഞാൻ ചൂസ് ചെയ്തത്. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും നേരെ റെഡ് ബുട്ട്സിലോട്ട് പോവാം. അതിന് മുമ്പ് കുറച്ച് മിഷൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും ചെയ്തിട്ടും പോവാം. കളക്റ്റ് വുഡ്. ഓക്കെ, നമുക്ക് കുറച്ച് വുഡ് കൊത്തിയെടുക്കണം. വുഡ് കിട്ടുന്നില്ല. താച്ചാണ് കൂടുതലും കിട്ടുന്നത് കേട്ടോ. ഇതിനകത്തുനിന്ന് ഒരു വുഡാണ് വേണ്ടത്, പക്ഷേ താച്ച് മാത്രം കിട്ടുന്നുള്ളൂ. അതാണ് മെയിൻ പ്രശ്നം. കൈകൊണ്ട് കൊത്തിക്കാൻ ഒട്ടും കിട്ടൂല. മറ്റേ പിക്കാക്സിലാണെങ്കിൽ ഓക്കെ വുഡ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗൈസ് ഒരു കാര്യം കൂടെ പറയാൻ മറന്നു. ഇത് ഫുള്ള് ഈരി വേൾഡ് ആണ് കേട്ടോ. ഈരി ഡൈനോസ് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പാരസോറ നോക്കിയേ, കണ്ടില്ലേ? നമ്മുടെ ഡഞ്ചനിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ഡൈനോണ് നമ്മൾ ഈരി ഡൈനോസ്. അപ്പോൾ ഈ വേൾഡ് മൊത്തം ഈ ഐലാൻഡ് ഫുള്ള് ഈരി ഡൈനോസ് ആണ്. ഓക്കെ, അത് ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, പറയാൻ മറന്നു ആ കാര്യം. ഓക്കെ, നമ്മൾ നമ്മുടെ പിക്കാക്സ് അങ്ങനെ ക്രാഫ്റ്റ് ചെയ്ത് എക്യുപ്പ് യുവർ ന്യൂ പിക്ക്, സ്റ്റോൺ പിക്ക്. ഓക്കെ, നമുക്കൊരു 50 ലെവൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോവാം. ഓക്കെ, ഒരു ഗിഫ്റ്റ് ബോക്സ് എന്നുണ്ട്. എന്താ നോക്കാം. ജേണി മാൻ സ്ലിംഗ് ഷോട്ടാ. ഓക്കെ, നമ്മുടെ കയ്യിലിരുന്നോട്ടെ, ആവശ്യം വരും എന്തായാലും. മാമക്കുട്ടിനെ കളർ മാറുന്നുണ്ടാ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റെഡ് വുഡ്സിലോട്ട് പോവാം. ഇവിടെ നിന്ന് കുറച്ച് ബെറീസൊക്കെ പറക്കുന്നുണ്ട്. ഡബിൾ ടാപ്പ് ടു ഹാർവസ്റ്റാ ഗ്യാതറിങ്. ഓക്കെ, കുറച്ച് ബെറീസൊക്കെ പറക്കൊണ്ടും പോവാം, ആവശ്യം വരും. ഞാൻ അത്രയും ദൂരം പോവാനുള്ളതല്ലേ. ഇതൊക്കെ എടുത്തിട്ടൊന്ന് ഹോട്ട് ബാർ ഇട്ട് വെക്കട്ടെ. 1 2 3 4. ഓക്കെ, വെള്ളമൊക്കെ ഫുള്ളല്ലേ? വെള്ളമൊക്കെ ഫുള്ളാണ്. ലെറ്റ്സ് ഗോ. അയ്യോ, സ്പൈനോ. നമുക്ക് വേറെ വഴി പോവാം. നിൽക്കുന്നുണ്ടോ സാധനം? അയ്യോ, ഇത് കണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ല, കണ്ടിട്ടില്ല. ഇതവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്. നമുക്ക് ഇപ്പുറത്തെ വഴി പോവാം. എന്തിനാണ് തുടക്കത്തിൽ തന്നെ ഈ ഒരു വഴി ഓടിപ്പോവാം. നമുക്ക് ഒരു പെർസൂട്ടും കൂടെ വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു മിഷൻ കൂടെ വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ലെവൽ കിട്ടിയേനെ. ഗൈസ്, ചെറിയ ലാഗ് ഫീൽ ആകുന്നുണ്ടല്ലോ എനിക്ക്. എന്താണത്? പക്ഷെ ഗ്രാഫിക്സ് ഇത് ഞാൻ കുറച്ചിട്ടേക്കുന്നത്. ഇനിയും കുറക്കണോ? ഇത് എന്ത് പണിയാണ്? ആകെപ്പാടെ ഇത്തിരി കൂടുതലുള്ളൂ എൻ്റെ കയ്യിൽ. ഓക്കെ, ഇത്ര ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി കുറക്കണമെന്ന് പറയല്ലേ. ഇനി കുറച്ച് നേരം കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഇപ്പോഴേ ഭംഗിയില്ല കാണാനായിട്ട്. ഇപ്പോഴും ലാഗ് ഉണ്ട് കേട്ടോ, ചെറിയൊരു ലാഗ് ഫീൽ ആകുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇനിയിപ്പുറത്തും ഈ വെള്ളത്തിൻ്റെ ഏരിയയിലൊക്കെ ലാഗ് വെള്ളത്തിൻ്റെ ഏരിയയിലൊക്കെ സ്പൈനോസ് കുറേ സ്പോണാവും. ഇപ്പുറത്ത് സ്പോൺ ആവാറുണ്ട്, ഇടക്കിടക്ക് ഞാൻ കാണാറുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അത് ട്രൈക്കൊക്കെ നിൽക്കുന്ന നോക്കിയേ. ഇനിയിപ്പോൾ ട്രൈക്കിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലേക്കൂടെ ഓടിപ്പോകുന്ന കാണാം. സ്റ്റാമിന കഴിഞ്ഞ്. ഇതാണ് മറ്റൊരു വിഷയം. സ്റ്റാമിന പെട്ടെന്ന് തീരും. അപ്പോൾ നമ്മൾ നോക്കി ഓടിപ്പോണം. അതാണ് മറ്റൊരു പ്രശ്നം. കുറച്ച് ഫുഡ് തിന്നട്ടെ. ബെറീസൊക്കെ തിന്നിട്ട് ഒന്നും ആവുന്നില്ല, വയറൊന്നും അറിയുന്നില്ല. കുറേ കഴിക്കണം. ഈ റെഡ് ബുട്ട്സിന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ചൂടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് വെള്ളത്തിൻ്റെ അളവും കുറയും. ചൂട് തുടങ്ങി. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ റെഡ് ബുട്ട്സ് ആയതുകൊണ്ട് വമ്പ സീനാണ്. എവിടെ നിന്നൊക്കെ അടി വരും എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ടെറർ ബേർഡ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ട്. ടെറർ ബേർഡ് അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് സാധനം. അത് വിടൂല. ഒന്ന് ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് പുറകിൽ വന്നുകൊണ്ടേ നിൽക്കും. പിന്നെ പാമ്പ്, അതാണ് മറ്റൊരു സാധനം. അതാ തുടങ്ങി. മുകളിൽ ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ടാ. യു ഹാവ് എൻറ്റേർഡ് എ ഡേഞ്ചറസ് ഏരിയ. ഇപ്പം ഇവിടെ എന്ത് ഡൈനോസ് ഉള്ളത്? റാപ്റ്ററൊക്കെ ഉണ്ടാവും ഇനി. അതാ നിൽക്കുന്നതാ റാപ്റ്റർ, 2 എണ്ണം. നമുക്ക് നൈസായിട്ട് താഴത്തോട്ട് ഇറങ്ങാം. അതുങ്ങൾ താഴെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഓടി പോകണം. ഇവിടെ ഒരു പുഴേൻ്റെ ഒരു സ്ഥലമുണ്ട്. അതുകൂടി ഒരു വെള്ളം വരുന്ന സ്ഥലമുണ്ട്. അതുവഴി നമ്മൾ പോകണം. ഒരു വെള്ളമൊക്കെ ഒഴുകി വരുന്ന സ്ഥലം. അതുവഴി പോയി കഴിഞ്ഞാൽ ഒരു ലൊക്കേഷൻ ഉണ്ട്. ഇതിനകത്തൊരു ലൊക്കേഷൻ ഉണ്ട്. നല്ല ക്യാമ്പ് ചെയ്യാൻ പറ്റിയൊരു സെറ്റ് ലൊക്കേഷൻ ഉണ്ട്. അങ്ങോട്ടേക്ക് പോകണം നമുക്ക്. എന്തോ റെഡ് വുഡ് ബയോമാ അങ്ങനെ എന്തോ തോന്നുന്നു പേര്. എനിക്കറിയാമുള്ള കറക്റ്റ് പേര്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ സേഫാണ്. കലക്ക സ്പോട്ടാണത്. പക്ഷെ അവിടെ എത്തിക്കിട്ടാനാണ് പാട്. സ്റ്റാമിന ബൂസ്റ്റ് ആവട്ടെ. സ്റ്റാമിന ഇടക്കിടക്ക് തീർന്നു പോകുന്നത്. അതുപോലെ തന്നെ സ്പീഡും ഇല്ല. കുറച്ച് സ്പീഡിലും കിട്ടിയിരുന്നെങ്കിൽ പിന്നെയും സെറ്റാക്കായിരുന്നു. ഓക്കെ, ബെറീസൊക്കെ ഒന്ന് വയറൊക്കെ നിറക്കട്ടെ. വെള്ളം കഴിഞ്ഞ് കേട്ടോ. ആ ചൂടിൻ്റെ ഭാഗത്തോട്ട് എത്തിയ കൊണ്ടാണ് തോന്നുന്നു നമ്മുടെ വെള്ളം ടോട്ടലി തീർന്നിട്ടുണ്ട്. ഇനി ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം. എന്താ കുടുങ്ങി നിൽക്കുന്നു ഞാൻ.
ഇവിടെ അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊന്നും കാണുന്നില്ല. പറയാൻ പറ്റില്ല, വെള്ളത്തിൽ നിന്നൊക്കെ ഈ മുതലൊക്കെ പൊങ്ങി വരും. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. അതാ പ്രാണി. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് ഓടിപ്പോണം. റെഡി, 1 2 3 ലെറ്റ്സ് ഗോ. ആരും വരില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വരാണ്ടിരുന്ന അത്രയും നല്ലത്. ഓക്കെ ബാബുവ, ചാടി പോവാ. ഇതുവരെ അങ്ങനെ പ്രത്യേകിച്ച് ആരും വന്നിട്ടില്ല. വരല്ലേ. സ്റ്റാമിന തീർന്ന് നമ്മുടെ നോക്കി പോകണം. വെള്ളത്തിൽ നിന്നൊക്കെ ചാടി വരും പണ്ടാറ് മുതലേക്ക. അതാ അവിടെ ഒരു പുഴ കണ്ട ഗൈസ്. ഒരു പുഴേൻ്റെ അങ്ങോട്ടേക്ക് പോകണം. ആ ഒരു വലിയ ദിനോസർ നിൽക്കുന്നുണ്ടാ, ആ ഒരു ഏരിയയിലോട്ട് പോകണം നമുക്ക് വേഗം. കലക്കാൻ സ്പോട്ട് ഉണ്ട് അവിടെ. അതാ ഈ വെള്ളച്ചാട്ടം കണ്ടില്ലേ, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് നമുക്ക് പോകണം. അയ്യോ അവിടെ എന്തോ ഒരു സാധനം ഉണ്ട്, മുതലേ തോന്നുന്നു കേട്ടോ. ഓ പാമ്പ് വമ്പൻ സീനാണ്. അത് അങ്ങോട്ടേക്ക് പോട്ടെ പാമ്പ്. അത് മറ്റേ ഫിയോമീനെ കുത്തുന്നതാ. മണ്ടൻ നമ്മളെ കണ്ടില്ല, അതിൻ്റെ പുറകെ പോട്ടെ. കണ്ട ഒരു വെള്ളച്ചാട്ടം കണ്ട. ഇവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് എന്തോ കയറണം, അതാണ് സ്ഥലം. പക്ഷെ അത് കലക്ക സ്ഥലമാണ്, നമുക്ക് പറ്റിയൊരു സ്ഥലമാണ്. അവിടെ നമുക്ക് സൂപ്പറായിട്ട് ക്യാമ്പൊക്കെ ചെയ്ത് ബേസൊക്കെ അടിച്ച് നിൽക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ആരും ഇല്ല. മുകളിലോട്ട് കയറാം നമുക്ക് വേഗം. എനിക്ക് തോന്നുന്നു നമ്മൾ താഴെ പോയിട്ട് കയറാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഒരു മിനിറ്റ്, ഇവിടെ ഒന്ന് മുകളിൽ നോക്കട്ടെ, ആരെങ്കിലും ഉണ്ടാകുന്ന നോക്കട്ടെ. ഒരു ലെവലപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും മൂവ്മെൻറ്റ് സ്പീഡ് കൂട്ടാം. ഓക്കെ, മൂവ്മെൻറ്റ് സ്പീഡ് ഇട്ടിട്ടുണ്ട്. അതായത് ഇതിൻ്റെ മുകളിലും കൂടെ കയറണം നമുക്ക്. അവിടെ ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ടാ ഗൈസ്, ആ സ്റ്റെപ്പിൻ്റെ അങ്ങോട്ടേക്ക് കയറണം. അവിടെ കയറി കിട്ടിക്കാനേ നമ്മുടെ രക്ഷപ്പെട്ട്. ഇതിന് കൊമ്പ് നോക്കി. ഇതിനൊക്കെ ഈരി ഡൈനോസ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഇങ്ങനത്തെ സാധനത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കൊള്ളാം. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. ചാടിക്കയറി. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. ഇതെന്തോ ഒരു പേരുണ്ട് ഇതിന്, എന്തോ ഒരു പേരാണ് ഈ സ്ഥലത്തിന്. ലെറ്റ്സ് ഗോ. ഇനി ഇവിടെ ഒരു മതിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നമുക്ക് ബേസ് കെട്ടാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ ആരും കയറി വരില്ല. പിന്നെ കയറി വരുന്നത് ഈ ഒരു ഭാഗം കണ്ട, ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഈ ഒരു ഭാഗത്തൂടെ കയറി വരും ആൾക്കാർ, ഡൈനോസ് കയറി വരും. പക്ഷെ അവിടെ നമ്മൾ ഒരു മതിൽ വെച്ചിട്ട് അടക്കും. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ആരും വരില്ല. പിന്നെ എന്താണ്, ഈ ഭാഗത്തു നിന്ന് ആർക്കും വരാനും പറ്റില്ല. ഇവിടെ ഇങ്ങനെ ഒരു ഇവിടെ ചാടിക്കയറണം നമ്മൾ. അതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ ആർക്കും കയറി വരാനും പറ്റില്ല. അതിപ്പോൾ ഒരു നല്ലൊരു ലൊക്കേഷനാണ്. ഇനി സ്വിച്ച് ടു പിക്ക്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് മിഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ ലെവലപ്പ് എല്ലാം നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഭയങ്കര ഡേഞ്ചറാണ്, അതാണ് വേറൊരു പ്രശ്നം. ചത്തൊക്കെ പോകും 5-6 പ്രാവശ്യം. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കരുത്. ഒരു 100 പ്രാവശ്യം ചത്താലും നമ്മളതൊന്നും കാര്യമാക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ മിഷൻസ് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അത്യാവശ്യം വെള്ളവും ഇവിടെ കിട്ടും, പിന്നെ ഫുഡും താഴേക്ക് ഉണ്ട്. പിന്നെ രാത്രിയൊക്കെ ആകുമ്പോഴാണ് പണി. ഈ ഒരു സ്ലീപ്പിംഗ് ബാഗ് അത്യാവശ്യമാണ്. വേഗം കിടന്നൊക്കെ ഉറങ്ങി എഴുന്നേക്കണം. രാത്രി ഉള്ള നമ്മുടെ യാത്ര കുറച്ച് ഭയാനകമായിരിക്കും. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വേണം പോകാനായിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ സ്വിച്ച് ടു പിക്ക്. ഓക്കെ, നമ്മുടെ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്തു, അത് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അയ്യോ, ഡിമെട്രോണോ എന്തോ ഒരു പേര് വന്നത് അതിനകത്ത്. ഇനി സ്വിച്ച് ടു ഫിസ്റ്റ്. കുലുങ്ങുന്നുണ്ട്, അത് നടന്നു പോകുമ്പോൾ കുലുങ്ങുന്നു നോക്കി. ഈറ്റ് ഫ്യൂ ബെറീസ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ബെറി കഴിക്കണം. ഇനി കുറച്ച് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണോ? ഇവിടെ നിന്ന് ചാടിറങ്ങി വെള്ളം കുടിച്ചിട്ടും വരാം. ഞാൻ എന്തായാലും അപ്പുറത്തെ ഭാഗത്തു കൂടെ വെള്ളം കുടിക്കാൻ ഞാൻ പോകുന്നില്ല കേട്ടോ. അപ്പുറത്തെ ഭാഗത്തു കൂടെ എനിക്ക് ഭയങ്കര പേടിയാണ് പോകാനായിട്ട്. നമ്മൾ ചിലപ്പോൾ ഇറങ്ങിക്കുമ്പോൾ വല്ല റാപ്പറൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ തീർന്ന്. ഓക്കെ, നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ട്. വെള്ളം കുടിച്ചില്ലേ? ഡ്രിങ്ക് സം വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കുടിച്ചല്ല. മര്യാദക്ക് ഉള്ള സ്ഥലത്ത് പോകണം തോന്നുന്നു കേട്ടോ. ഓക്കെ, ഡ്രിങ്ക് സം വാട്ടർ, നമ്മൾ വെള്ളം കുടിച്ചിട്ടുണ്ട്. ഒരു 50 XP നമുക്ക്. ഇനിയിപ്പോൾ നെക്സ്റ്റ് മിഷൻ എന്താണെന്ന് നോക്കട്ടെ. നെക്സ്റ്റ് മിഷനൊക്കെ നോക്കുന്നതിന് മുമ്പ് നമുക്ക് സേഫായിട്ട് നിൽക്കണം. ഗൈസ്, ഇവിടെ നിന്ന് ചാടിക്കയറാൻ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. ഓടി ഒന്ന് ചാടണം. ഓടുക, ഇവിടുന്ന് ഒരൊറ്റ ചാട്ടം. ഓക്കെ, നമ്മൾ ചാടിക്കയറിയിട്ടുണ്ട്. സ്റ്റാമിന പെട്ടെന്ന് തീരുന്നുണ്ട് കേട്ടോ. നമുക്കങ്ങനെ പെർസ്യൂട്ട്സ് ഒന്നും അവൈലബിൾ അല്ല. ഓക്കെ, ക്യാമ്പ് ഫയർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹൈഡിൻ്റെ ബാഗും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമ്പ് ഫയർ ക്രാഫ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഫുഡും വേണം കുറച്ച്. ക്യാമ്പ് ഫയർ തുറക്കുമ്പോഴേക്കും ഒരു മിഷൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ക്യാമ്പ് ഫയർ ഒരു മിഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ XP കിട്ടും. ഇനി ഫ്ലിൻറ്റ് സ്റ്റോണ്, ഈ 2 ഐറ്റംസ് മാത്രം നമുക്ക് മതി. ഓക്കെ, വീണ്ടും നമുക്ക് താഴെ ഇറങ്ങണം. അതാണ് ഒരു പേടി. അതാണ് താഴെ ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ കൊത്തിയെടുക്കണം.
ഓക്കെ, നമുക്ക് കുറച്ച് ഫ്ലിൻറ്റ് കുത്തട്ടെ. ഗൈസ് ഈ സ്ക്രീൻ ഷേക്ക് കുറച്ച് അലമ്പല്ലേ, എനിക്കെന്തോ ഇഷ്ടപ്പെടുന്നില്ല ഈ സാധനം. ചില സമയത്തൊക്കെ നല്ലതാണ്, പക്ഷേ FPP ഇടുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ TPP ഇടുമ്പോഴാണ് ഭയങ്കര ബോറ് പോലെ. ഓക്കെ, നമുക്ക് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചാടിൻ്റെ മുകളിൽ കയറട്ടെ. ചാടി കയറി. ഓക്കെ, നമുക്കിപ്പോൾ നമ്മുടെ പന്തം വേണം. അതെന്തായാലും നിർബന്ധമാണ്, രാത്രി ആവശ്യം വരും സാധനം. പന്ത് കൊടുത്തിട്ട് നമുക്കിത് ഇവിടെ എടുത്തിടാം. ഓക്കെ, പന്ത് കൊടുത്ത് നമ്മൾ മുകളിലിട്ടിട്ടുണ്ട്, ഫുഡും ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ക്യാമ്പ് ഫയർ അങ്ങനെ ക്രാഫ്റ്റായി. ക്യാമ്പ് ഫയർ ഒരു മൂലക്കെ സ്ഥാപിക്കാം. ഈ ഒരു ഭാഗത്ത് വെക്കാം ക്യാമ്പ് ഫയർ. ഓക്കെ, നമ്മൾ നമ്മുടെ ക്യാമ്പ് ഫയർ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മീറ്റ് വേണം. ഇതിനകത്തിട്ട് ചുട്ട് തിന്നുണ്ട്, അതിന് കുറച്ച് മീറ്റ് വേണം. ഞാനിപ്പോൾ താഴെ പോയിട്ട് കുറച്ച് മീറ്റ് എടുത്തിട്ടും വരട്ടെ. ഗൈസ്, അപ്പോൾ നമുക്കൊരു ലെവൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇപ്രാവശ്യം എന്തായാലും എന്ത് കൂട്ടണം? സ്റ്റാമിന കൂട്ടണോ? മൂവ്മെൻറ്റ് സ്പീഡ് കൂട്ടിയാൽ പോരെ? മൂവ്മെൻറ്റ് സ്പീഡ് കൂട്ടാം. നെക്സ്റ്റിൽ നമുക്ക് സ്റ്റാമിന കൂട്ടാം. ഓക്കെ, ലെവൽ 3 ആയിട്ടുണ്ട്. സ്റ്റോൺ ഹാച്ചറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സും വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനത് ഫുൾ അൺലോക്ക് ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രസ്സ് ക്രാഫ്റ്റ് ചെയ്യണം. ഫൈബർ അത്യാവശ്യം ഉണ്ട് നമ്മുടെ കയ്യിൽ, അപ്പോൾ ഡ്രസ്സ് രണ്ടും ക്രാഫ്റ്റ് ചെയ്തു. ഇനി ഹാച്ചറ്റ് പണിയാൻ നമുക്ക് ഫ്ലിൻറ്റ് വേണം. ഫ്ലിൻറ്റ് കിട്ടിയ ഫ്ലിൻറ്റ് ഞാൻ അടുത്ത് കളഞ്ഞ് കേട്ടോ, വെയിറ്റ് കൂടിയിട്ട്. അതാ ഞാൻ നേരത്തെ താഴ്ത്തിറങ്ങിയതാണ്, പക്ഷേ ഈ റൈറ്റിൽ സിമ്പിൾ ഉണ്ടോ ഡേഞ്ചറിൻ്റെ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും മുകളിലോട്ട് കയറിയത്. ഇവിടെ നിന്ന് കുറച്ച് ഫ്ലിൻറ്റ് എടുത്തിട്ട് വേഗം മൂടി കയറാം. ഓക്കെ, നമുക്ക് ഫ്ലിൻറ്റ് കിട്ടി. ഇനി വീണ്ടും ചാടി കയറട്ടെ. ഓക്കെ, ചാടി കയറിയിട്ടുണ്ട്. ഇനി ഫ്യൂവലത്തെ ക്യാമ്പ് ഫയർ നമുക്കൊരു മിഷൻ വന്നിട്ടുണ്ട്. ക്യാമ്പ് ഫയർ തീയിട്ട് കത്തിക്കാം. ഓക്കെ, ക്യാമ്പ് ഫയർ തീയിട്ട് കത്തിച്ചിട്ടുണ്ട്. ലെവലപ്പ് 75 കിട്ടി കേട്ടോ. ഈ മീഡിയം ആയതുകൊണ്ട് പിന്നെ ലെവൽ കൂട്ടാനും അത്യാവശ്യം എളുപ്പമാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ? ഇനിയിപ്പോൾ മറ്റേ സംഭവം നമ്മുടെ ഹാച്ചറ്റ് പണിയണം. ഹാച്ചറ്റ് പണിയാൻ താച്ച് ഇതിനകത്താണ് കിടക്കുന്നത്. ഇതിന് കുറച്ച് താച്ച് എടുക്കട്ടെ. താച്ച് കൊടുത്ത് കത്തിച്ച് തീർക്കണ്ട. എന്തിനാണ്? ഇപ്പം എന്തായാലും ഫുഡും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, നമ്മൾ ഡ്രസ്സ് ക്രാഫ്റ്റ് ചെയ്ത് ഞാൻ മറന്നുപോയി. അത് രണ്ടും എക്യുപ്പ് ചെയ്യട്ടെ. അത് രണ്ടും നമ്മൾ എക്യുപ്പ് ചെയ്തു. നമ്മുടെ ഹാച്ചറ്റും നമ്മൾ എക്യുപ്പ് ചെയ്തിട്ടുണ്ട്. ഫുഡൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ലെവലാവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഏതെങ്കിലും ഒരു കുട്ടിഡോഡോ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ അതിൻ്റെ ഇറച്ചി നമുക്ക് എടുക്കാമായിരുന്നു. പക്ഷേ കുട്ടിഡോഡോ ഒന്നും ഇല്ല ഇവിടെ, അതാണ് മെയിൻ പ്രശ്നം. ഇനി ലെവൽ 4 ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ താച്ച് ഫൗണ്ടേഷൻ കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിഡോഡോനെ കണ്ടുപിടിക്കണം. ഇവിടെ അതെന്താ, അത് റാപ്റ്ററാണ് അല്ലല്ലേ? നിങ്ങളുടെ കൊമ്പ് കണ്ടില്ലേ? കൊള്ളാം, രാത്രി കാണുമ്പോൾ ഇതിലടിപൊളിയായിരിക്കും. ഗൈസ്, നമുക്ക് എന്തായാലും ഒരു കുട്ടിഡോഡോ വേണം, അല്ലെങ്കിൽ ഹൈഡ് വേണ്ടേ നമുക്ക്. ഫുഡും ഇതൊക്കെ പെട്ടെന്ന് തീരുന്നു. ഇനിയിപ്പോൾ രാത്രി ആയിക്കഴിഞ്ഞാലാണ് വേറൊരു ടാസ്ക്. കാരണം നമ്മുടെ ഹൈഡില്ല, കിടന്നുറങ്ങണ്ട നമുക്ക്. ഇപ്പോൾ ഒന്നുമില്ല, 171 ആയിട്ടുണ്ട്. ഇനിയും അത്യാവശ്യം രാത്രി ആകുമ്പോഴേക്കും ഇവരുടെ ഭംഗി കണ്ടോ, കാണാൻ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇനിയിപ്പോൾ അതാ കരടി വന്നേക്ക് നോക്ക്. കരടിനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആകപ്പാടെ നമ്മുടെ എന്താണ് റാപ്റ്റർ, അങ്ങനത്തെ ചെറിയ ചെറിയ ജീവികളെ മാത്രം കണ്ടുള്ളൂ. പിന്നെ സ്പൈനോട് നമ്മൾ കണ്ട്. പക്ഷെ രാത്രിയാണെങ്കിൽ ഇതിലും ഭംഗിയാണല്ലേ. രാത്രി ആ വെട്ടം നമ്മളിങ്ങനെ എടുത്ത് കാണും. ഇപ്പം രാത്രി ആയല്ലോ, പന്തം കത്തിച്ച് നോക്കട്ടെ. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ വന്നു കഴിഞ്ഞാൽ അറിയാനും പറ്റും. കാരണം ഈ വെട്ടമുള്ള കൊണ്ടേ നമുക്ക് ദൂരത്തു നിന്നാണെങ്കിലും ഇവരെവിടേക്ക് ഉണ്ടെന്ന് അറിയാനും പറ്റും. അതൊക്കെ തിളങ്ങി നോക്കി. ഇവന്മാരെ നമ്മളെ പറ്റിച്ചാണ് കേട്ടോ. നേരത്തെ മര്യാദ കയറുന്നുണ്ടായിരുന്നു. ഒരെണ്ണോടുള്ള കയറി ഗൈസ്, ലെവലപ്പായി. ലെറ്റ്സ് ഗോ. നമുക്കേ കുറച്ച് കളയാനുണ്ട്. പകുതി ഡ്രോപ്പ് ചെയ്യട്ടെ. ചാടി മൂളി കയറാം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ലെവലപ്പ് ചെയ്യുമ്പോൾ മറ്റേ ടെറർ ബേർഡ് വന്നു കഴിഞ്ഞാൽ നമ്മളെ സെത്ത് പോവും. ഇനിയിപ്പോൾ നമുക്ക് എന്ത് കൂട്ടണം? മൂവ്മെൻറ്റ് സ്പീഡ് കൂട്ടണോ, സ്റ്റാമിന കൂട്ടണോ, വെയിറ്റ് കൂട്ടണോ? ഞാൻ എന്തായാലും വെയിറ്റ് കൂട്ടാൻ തീരുമാനിച്ചു. ഓക്കെ, ലെവൽ അങ്ങനെ 4 ആയിട്ടുണ്ട്. നമുക്ക് കുന്തം കിട്ടി, കുന്തം. പിന്നെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ അൺലോക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കൊരു സ്ലീപ്പിംഗ് ബാഗ് പണിയണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുന്തം ക്രാഫ്റ്റിന് എന്തൊക്കെ വേണം? വുഡ് വേണോ അല്ലേ? വുഡിനിപ്പോൾ ഞാൻ എവിടെ പോയി തപ്പാനാ? വുഡിന് താഴെ ഇറങ്ങണ്ടേ വുഡ് എടുക്കാൻ? അതാ ടെറയൊക്കെ പറന്നുണ്ടോ? വുഡിന് നമ്മളിനി താഴെ പോകണം. ഇപ്പുറത്തെ വഴി പോകാം നമുക്ക്. ഈ വഴി വേണ്ട. ഇവിടെ എന്തായാലും ഞാനൊരു മതിൽ വെച്ചത് ബ്ലോക്ക് ചെയ്യും. അല്ലെങ്കിൽ ഒക്കെ കൂടി ഇങ്ങോട്ടേക്ക് കയറി. അയ്യോ, കുഴി ഭയങ്കര. നമ്മൾ ഈ കുഴിൻ്റെ ഇടയിൽ കൂടെ പോകുമോ? നമ്മൾ പോകും കേട്ടോ. ഇപ്പം എന്തായാലും നമുക്ക് ചാനൽ ഒരു ബെഡ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണേലും ചെയ്യാം. ഒരു കുഴപ്പമില്ല. എല്ലാം വലിയ മരമാണ് കേട്ടോ, ചെറിയ മരങ്ങളൊന്നും ഇല്ല ഇവിടെ. മറ്റേ പ്ലാറ്റ്ഫോം പണിയാൻ പറ്റിയ മരങ്ങളാണ് മൊത്തത്തിലുള്ളത് ഇവിടെ.
നമ്മൾ ചെയ്യുന്ന റിസ്ക് ആണ്. വേഗം ഓടി മുകളിലോട്ട് കയറട്ടെ. വേണ്ട, ശരിയാവില്ല. അയ്യോ, കയറാൻ പറ്റുന്നില്ല ഗൈസ്. എന്തായാലും ഈ രാത്രി നമുക്ക് ഇവിടെ തന്നെ അങ്ങനെ കഴിച്ചു കൂട്ടാം. ബെഡ് പണിയൽ കുറച്ച് ടാസ്ക് ആണ് കേട്ടോ. അത് നാവിഗേഷൻ കിറ്റ് ഓപ്പൺ ചെയ്യാൻ പുതിയ മിഷൻ വന്ന് ഫൈൻഡ് ഡോഡോ. ശരി എന്നാൽ നീ സമയത്ത് ഞാൻ എങ്ങനെ ഡോഡോനെ കണ്ടുപിടിക്കാനാ ഈ ഒരു ഇരുട്ടത്ത് പോയിട്ട്? ഗൈസ് ഒരു കാര്യം ചെയ്താൽ നമുക്ക് ഈ എപ്പിസോഡ് വെച്ച് നിർത്തിയാലാ? എന്നിട്ട് നാളെ തൊട്ട് നമുക്ക് നമ്മുടെ ടൈമിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതായത് കുറച്ചുകൂടി ബെറ്റർ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വീടും കാര്യങ്ങളൊക്കെ പണിത് വെക്കാം. അത് എപ്പിസോഡിൽ തന്നെ ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. നമുക്കാണെങ്കിൽ എപ്പിസോഡിൽ തന്നെ ബാക്കി പരിപാടി ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ എന്തായാലും കുറച്ച് ലെവൽ കൂട്ടി വെക്കാം. എന്നിട്ട് ബാക്കി എപ്പിസോഡിൽ തന്നെ ചെയ്താൽ മതിയോ? വീടൊക്കെ പണിയുന്നതെല്ലാം എപ്പിസോഡിൽ തന്നെ ചെയ്താൽ മതിയോ? അല്ലെങ്കിൽ ഞാൻ ഓഫ്ലൈൻ ചെയ്യാം, കുഴപ്പമില്ല. ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും കമൻറ്റ്സിൽ പറയണം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക, audio മറക്കരുത്. 15 ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ്. അപ്പോൾ എല്ലാവരും കാണുന്നവർ മൊത്തം ലൈക്ക് കൂടി അടിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇതിലും നല്ല കിടുക്കാച്ച എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ബൈ.